ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് കുറച്ച് ചിക്കൻ്റെ ചിക്കൻ KFC ചിക്കൻ ചെയ്യുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഒരു 4-5 കോഴിയുടെ കഷ്ണങ്ങൾ ഞാൻ തൈരിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തൈരിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചിക്കൻ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് അതിലിട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം. ഇപ്പോൾ ഇതല്ല ഇപ്പോൾ നിങ്ങൾ നേരിട്ട് വാങ്ങി അപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ ആ തൈരിൽ അല്പം മുളക് പൊടി, ഉപ്പ്, പിന്നെ സേമിയ, മാഗി നൂഡിൽസിലത്തെ പൗഡർ, അതിലുപയോഗിക്കണ പൗഡർ ചേർക്കാം. പിന്നെ മറ്റേ ടൊമാറ്റോ സോസ് അതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ തൈരിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള കാരണം അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അല്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആണ് ഇപ്പോൾ ഇതിൽ ഞാൻ ചേർക്കണത്. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂർ അങ്ങനെ മസാല പരട്ടിയിട്ട് വയ്ക്കാം. പിന്നെ വേണ്ടത് 2 മുട്ട എടുത്തിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അത് മെൽറ്റ് ചെയ്തിട്ട് വയ്ക്കണം. ഇത് KFC ചിക്കനിന് വേണ്ടിയുള്ള മിക്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് പൗഡറിനായിട്ടുള്ള മിക്സ് പൗഡർ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡ്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മുന്നേ ഞാൻ പൗഡർ അത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി, കോൺഫ്ലവർ, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള പൗഡറാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പാക്കറ്റ് ഇങ്ങനെ മിക്സ് പാക്കറ്റ് വാങ്ങാൻ കിട്ടും, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പൊടി അല്പം പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും ഒന്നും ചേർക്കേണ്ടി വരില്ല, ഒക്കെ പാകത്തിനുണ്ടാവും. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിൽ അല്പം ഉപ്പും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്തിട്ട് മെൽറ്റാക്കണം നന്നായിട്ട്. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പം അങ്ങനെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതെല്ലാവരും മടിക്കാണ്ട് ചെയ്യുക. ബാക്കിയുള്ളവർ ഇത് മുന്നേ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. പിന്നെ ഈ ചെയ്യണതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി മുട്ട ഒന്ന് മെൽറ്റാക്കണം. അത് ഞാൻ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടൊന്ന് മെൽറ്റാക്കുന്നുണ്ട്. മുട്ട മെൽറ്റാക്കിയതിന് ശേഷം ഒരു പീസ് കഷ്ണം ചിക്കൻ എടുത്തിട്ട് മുട്ടയിൽ മുക്കുക. അപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് മുട്ട നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ പീസ് എടുക്കണം. എന്നിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇടാൻ മറന്നതാണ്. അപ്പോൾ കുറച്ച് പേസ്റ്റ് ഇട്ട് അത് കുറച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി അങ്ങനെ വയ്ക്കാം. അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു
ചീഞ്ചട്ടി ഒരു ചെറിയ ചീഞ്ചട്ടി ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് പൗഡർ, മൈദപ്പൊടി, കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ അതിൽ മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്സ് വാങ്ങുമ്പോൾ അതിലേക്ക് അതൊന്നും ചെയ്യേണ്ടി വരില്ല, ഈ പൗഡർ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ മിക്സ് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിലേക്ക് വെള്ളത്തിൽ മുക്കി ഇട്ട് കുടഞ്ഞിടേണ്ട ആവശ്യമില്ല. മുട്ട കലക്കിയിട്ട് മുട്ട മെൽറ്റാക്കിയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിലാണ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ പറ്റണത്. മിക്സ് വാങ്ങുമ്പോൾ അതിൽ ചില പൊടിയിൽ ഉപ്പ് കൂടുതലുണ്ടാവും ഇടുമ്പോൾ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് മുട്ടയിൽ മുക്കിയിട്ട് ഈ പൊടിയിൽ ഇങ്ങനെ നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതൊന്ന് അമർത്തി പിടിക്കണം. പൊടിയോട് കൂടിയിട്ട് നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് കീഴ്പ്പിട്ട് വെച്ച് തൂക്കി പിടിച്ചിട്ട് ഒന്ന് കുടയണം. അപ്പോൾ ശരിക്ക് അതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള അതൊക്കെ പൊടി ഇങ്ങനെ കുടയുമ്പോൾ ഒരു ഷെല്ലുകൾ മാതിരിയൊക്കെ വരും അതിൽ കുടഞ്ഞു വരുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ പുറത്ത് ഗ്രിപ്പായിട്ട് നിൽക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് പാകത്തിന് നല്ല ചൂടുള്ള ഓയിൽ തിളയ്ക്കുമ്പോൾ അതിൽ നല്ല ചൂടുള്ളതിൽ ഇട്ടിട്ട് മൂപ്പിച്ച് കോരണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മീതെ നല്ല ഗ്രിപ്പോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. അത് പാകത്തിന് ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കണം. എന്നാൽ വല്ലാണ്ട് ചൂട് അധികം കൂടാൻ പാടില്ല. ഒരു സ്ലിം ടു മീഡിയത്തിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. അധികം നേരം എണ്ണ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കറുത്ത് പോവും, ഇത് ഉള്ളു വേവില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പാകത്തിന് ഉള്ളതാവുമ്പോൾ മെല്ലെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് ഒക്കെ എടുക്കും ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് ഓയിലിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളക്കിയിട്ടുണ്ട്. അത് കുറച്ച് നേരം ചൂടായി കിടക്കുന്ന ഓയിലാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആദ്യത്തെ പീസ് എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് കളർ വന്നു. അപ്പം അത് ഞാൻ ഒന്ന് ഓഫാക്കിയിട്ടിട്ടാണ് പിന്നെ അടുത്തത് ഇട്ടത്. കൂടുതൽ നേരം ഓയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ടു, മൊരിച്ചെടുത്തു. ബ്രൗൺ കളറിലായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളൊക്കെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ട്. തൈരിലിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്